യാ അബ്നായി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മൾ ഇന്നിവിടെ കേൾക്കാൻ പോകുന്നത് ഖുർആനെ കുറിച്ചാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഏത് സൂറത്തൊക്കെയാണ് ഓതിയത്? ഏതായിരുന്നു? ഓർമ്മയുണ്ടോ എല്ലാവർക്കും? സൂറത്തുൽ നാസ്, വേറെ സൂറത്തുൽ സൽസല. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, എല്ലാവർക്കും ഓർമ്മയുണ്ട് അല്ലേ? ആരൊക്കെ മാമിന് അത് ഓതി തന്നത്? കേൾക്കട്ടെ, ആരൊക്കെ ഓതി? എല്ലാവരും ഓതിയോ? ഓടിയവർക്കൊക്കെ മാമ് സമ്മാനം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും സമ്മാനം ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സൂറത്ത് ഏതാ അറിയോ? നല്ല രസമുള്ള ഒരു സൂറത്താട്ടോ. കേൾക്കാൻ നല്ല രസമുള്ള സൂറത്താണ്. പക്ഷെ കുറച്ച് വലുപ്പമുണ്ട് സൂറത്ത്. പക്ഷെ നല്ല രസമുണ്ട്, പഠിക്കാൻ എളുപ്പമുള്ള സൂറത്താണ്. ഓക്കെ, ഏതാ സൂറത്ത് അറിയോ? ഞാൻ പറയട്ടെ, സൂറത്തുൽ ബയ്യിന. സൂറത്തുൽ ബയ്യിന. മാഷാ അല്ലാഹ്, നമുക്കില്ലേ എളുപ്പത്തിൽ പഠിച്ചെടുക്കണം കേട്ടോ. ഞങ്ങളുടെ മക്കളൊക്കെ എത്രയും പെട്ടെന്ന് പഠിക്കുന്ന മക്കളാണ്, അറിയാലോ അല്ലേ? കേട്ടപാട് ഓതുന്ന മക്കളല്ലേ? നിങ്ങൾ വീട്ടിൽ നിന്നൊക്കെ ഓതാറില്ലേ? അതുപോലെ ഈ സൂറത്തും വേഗത്തിൽ ഓതി പഠിച്ച് മെമ്മെ കേൾപ്പിച്ചു. ഓക്കെ, ഫുള്ളായിട്ടൊന്നും പഠിക്കണ്ട, മുഴുവനായിട്ടൊന്നും പഠിക്കണ്ട, ചെറുതായിട്ട് നമുക്ക് അല്പായിട്ട് പഠിച്ചെടുക്കാം. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? നമുക്കൊന്ന് സൂറത്തൊന്ന് കേട്ടാലോ? അതിനു മുന്നേ ആ സൂറത്തിൽ പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കണ്ടേ? നമുക്ക് കേൾക്കണ്ടേ? കേൾക്കാൻ ആഗ്രഹമുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം അതിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓർമ്മയുണ്ട് എല്ലാവർക്കും? എന്താന്ന് വെച്ചാലേ, നല്ലത് ചെയ്യുന്നവർക്ക് അള്ളാഹു തരുന്നത് എന്താ? അള്ളാഹു എന്താ തരാൻ പറഞ്ഞത്? അള്ളാഹു സമ്മാനമായിട്ട് എന്താ തരാൻ പറഞ്ഞത്? സ്വർഗം അല്ലേ? നല്ലത് ചെയ്യുന്നവർക്ക്. മറിച്ചാണെങ്കിലോ, തെറ്റ് ചെയ്യുന്നവർക്കോ? തെറ്റ് ചെയ്യുന്നവർക്ക് അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് ഒരു സമ്മാനം കിട്ടൂല. അപ്പൊ തെറ്റ് ചെയ്യുന്നവരെല്ലാവർക്കും ഇഷ്ടമുണ്ടോ? തെറ്റ് ചെയ്യുന്നവരെ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവോ? ഇല്ല. അതുപോലെ തെറ്റ് ചെയ്യുന്ന ആൾക്കാരെ അള്ളാഹു ഇഷ്ടമല്ല. അള്ളാഹ്ക്ക് ആരെ ഇഷ്ടം? നല്ലത് മാത്രം ചെയ്യുകയും നല്ലത് മാത്രം പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ആർക്ക് ഇഷ്ടം? അള്ളാഹുവിന് ഇഷ്ടം. അങ്ങനത്തെ ആൾക്കാർക്ക് അള്ളാഹു ഒരുപാട് സമ്മാനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് അല്ലേ? നമുക്ക് സമ്മാനങ്ങൾ വാങ്ങിക്കണ്ടേ? അവന്റെ ജന്നയിൽ പോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം അല്ലേ? ഏറ്റവും സന്തോഷമുള്ള കാര്യല്ലേ? അതുപോലെ നിങ്ങൾ എല്ലാവരും അള്ളാഹുവിന്റെ സമ്മാനം വാങ്ങുന്ന നല്ല കുട്ടികളാണ്. മെമ്മനറിയാം, നിങ്ങളൊക്കെ ഖുർആൻ പഠിക്കുന്ന കുട്ടികളാണ് അല്ലേ? എന്നാലേ ഈ സൂറത്ത് നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ? കേൾക്കാം. മെമ്മന് കൂടെ ഒന്ന് ഓതി നോക്കണം കേട്ടോ. നിങ്ങൾ പഠിക്കാത്ത സൂറത്താണ്, എന്നാലും ഓതി നോക്കാം. ഓക്കെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലം യകുനിൽ ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുൻഫക്കീന ഹത്താ തഅതിയഹുൽ ബയ്യിന. ഒന്നുകൂടെ ഓതട്ടെ കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമായോ? ഒരു പ്രാവശ്യം കൂടി ഓതട്ടെ. ലം യകുനിൽ ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുൻഫക്കീന ഹത്താ തഅതിയഹുൽ ബയ്യിന. കേട്ടോ എല്ലാവരും? കേട്ടോ? ഒരു പ്രാവശ്യം കൂടി ഓതണം. ഓക്കെ, ഒരു പ്രാവശ്യം കൂടി ഞാൻ ഓതി തരാം കേട്ടോ. എല്ലാവരും കൂടെ ഓതണേ. റെഡിയാണേ? ലം യകുനിൽ ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുൻഫക്കീന ഹത്താ തഅതിയഹുൽ ബയ്യിന. ഓക്കേ, അപ്പോൾ ഏതാ സൂറത്ത്? ബയ്യിന. ഇനി അത് മറക്കോ? സൂറന്റെ പേര് മറക്കരുത്. ഏതാണ്? നമ്മൾ പുതുതായിട്ട് പഠിക്കുന്ന സൂറത്ത് ഏതാണ്? സൂറത്തുൽ ബയ്യിന. ആരും മറക്കരുത് കേട്ടോ. ഇനി വേണല്ലേ ചെറുതായിട്ട് എഴുതി തരാം. ആദ്യം നമുക്ക് ചെറുതായിട്ട് പഠിക്കാം. മുഴുവനായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല, നമ്മൾ ചെറിയ കുട്ടികളല്ലേ അല്ലേ? ചെറിയ കുട്ടികളല്ലേ? അപ്പൊ ചെറുതായിട്ട് പഠിക്കാം. ഫസ്റ്റ് മാം ഒരു കഷ്ണം, ഒരു പകുതി ഓതി തരാം. ഓക്കെ, ലം യകുനിൽ ലദീന കഫറൂ. ലം യകുനിൽ ലദീന കഫറൂ. ലം യകുനിൽ ലദീന കഫറൂ. എല്ലാവരും വീട്ടിൽ ഓതി നോക്കണം കേട്ടോ, ഇതുപോലെ. ഓക്കെ, റെഡി അല്ലേ? മാഷാ അല്ലാഹ്, അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.